ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കുവാൻ പോകുന്നത് മിനി പിസയും അതിൻ്റെ കൂടെ ഒരു അടിപൊളി ക്യാരറ്റ് ഷേക്കുമാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മിനി പിസ ഉണ്ടാക്കുവാനായി 2 കപ്പ് മൈദ, 1 കപ്പ് പാല്, 1/2 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് 10 മിനിറ്റ് മുമ്പ് റെഡിയാക്കി വെച്ചതാണിത്. ഇനി മൈദയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റ്, അതിലേക്ക് ഇളം ചൂടുള്ള പാല് കുറച്ചായി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് 2 മണിക്കൂർ അടച്ചു വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുറച്ച് ബോൺലെസ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വിനീഗർ, എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്ത് ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടി കുഴച്ചെടുത്ത് പരത്തി സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലുള്ള റിങ് വെച്ചോ അല്ലെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ചോ ചെറിയ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മിനി പിസ്സ തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത്, ചിക്കൻ, ക്യാപ്സിക്കം, ടൊമാറ്റോ, ഉള്ളി, പിന്നെ ചില്ലി ഫ്ലക്സ്, ഒറിഗാനോ. ഇനി ഇത് ഫോർക്ക് ഉപയോഗിച്ച്
ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇനി കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം, തക്കാളി, ഉള്ളി, ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ചീസ് വെച്ച് കൊടുത്ത് ഇനി അതിലേക്ക് ഒറിഗാനോ, ചില്ലി ഫ്ലെക്സ് ഇവ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു പാൻ വെച്ച് അതിൽ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മിനി പിസ്സ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് ക്യാരറ്റ് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി നേരത്തെ വേവിച്ച് തണുക്കാൻ വെച്ച ക്യാരറ്റ് മിക്സിയിലിട്ട് കൊടുക്കാം. ഫ്രീസറിൽ വെച്ച് കട്ടയായ പാല് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഐസ് ക്യൂബ്, മിൽക്ക് മെയ്ഡ് 2 ടേബിൾ സ്പൂൺ, ഷുഗർ 4 ടേബിൾ സ്പൂൺ എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്മൂത്തി കാരറ്റ് ഷേക്കും ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ വെറൈറ്റി വിഭവങ്ങളുടെ ഈസി റെസിപ്പി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. താങ്ക് യു.